വന്നിട്ടല്ലേ ഉള്ളൂ. ഈ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തുടങ്ങാത്. ഹേ പോയിക്കോട്. നല്ല ജീവൻ അങ്ങോട്ട് പോയി. ചെല്ലടി ചിഞ്ചിന്നാക്കടി. ചിഞ്ചിന്നാക്കടി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ബ്രദറായിരുന്ന ഷംന ഒക്കെ പെണ്ണുങ്ങളാണ്, കുഴപ്പമില്ല. നല്ല ജീവൻ. സിനിമ ചോദിച്ചില്ല ചിഞ്ചിന്നാക്കടിയെ. അഞ്ചന്മാർക്ക് ഉറക്കം വരാഞ്ഞിട്ടാണ് വേണ്ടിട്ട് എന്താ കാട്ടണമെന്നുള്ളത്.
ഞാൻ അതല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ഫോൺ ഇങ്ങനെ കിടക്കാൻ നോക്ക്. നിങ്ങളെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. ആ ഇളിഞ്ഞ എരി മാറ്റിയിട്ടാണ് കിടക്കാൻ നോക്ക്. ഞാൻ എന്റെ ഫോണ് നോക്കിയോന്നല്ലേ ഉറങ്ങാണ്ട് വിഴണ്ടാച്ചിട്ട്. നേരെ വിളിച്ചാൽ ആദ്യത്തെ പണി പൊളിയാണല്ലോ. അതിനകത്ത് ഫോൺ എടുത്തിട്ട് എന്താ പോണെന്ന് അറിയണല്ലോ. എന്ന് വരണ്ട, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കി. ഇന്ന് വരണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അത് വേണ്ട എന്നെ. അത് ശരിയാവില്ല. ഇല്ല. എന്തൊരു കഷ്ടാണത്. എന്ത് പറഞ്ഞാ മനസ്സിലാവാത്തത്? വേണ്ട. ആ ആ ആ ശരി ശരി നോക്കാം. ആ ഇല്ലാലേ. ആ ആ ആ ഞാൻ നോക്കട്ടെ. ഏയ് വേണ്ട നിങ്ങോട്ട് വരണ്ട. ഞാൻ വേറൊരു ദിവസം പറയാം. പറയാ. ആ ആ ശരി. ഞാൻ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം നോക്കാം. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. ഞാൻ ഇവിടൊക്കെ എന്താ മാറാലല്ലേ, എന്തൊന്നും തട്ടാത്ത്. ഞാനത് നോക്കാൻ വേണ്ടിട്ടാ വന്നു നോക്കിയപ്പോ ഞാൻ ഇതാണ്ടാ ഓക്ക് ഇവിടൊക്കെ ആകെ മാറാലേന്ന്. നാണം മാണില്ലാത്ത മനുഷ്യ, ഞാൻ ആരുടെ മുമ്പിൽ ഈ ആട്ടാടുന്നത്? കൊറേ ദിവസം ഞാൻ ക്ഷമിക്കണട്ടാ. ഇത് വന്നോണ്ടിണ്ടല്ലോ എന്തപ്പോ ഉണ്ടായേന്. ഞാൻ ഇവിടെ മാറാലട്ടം വന്നാന്ന് പറഞ്ഞില്ലേ. കൊണ്ട് പുഴുങ്ങി തിന്ന്. ബന്ധമില്ല. വല്ലാത്തൊരു കഷ്ടപ്പാടും ദുരിതം തന്നെ ഇത്. കെട്ടിക്കൊണ്ടുവന്ന കാലം മുതൽ തുടങ്ങിയ കേടാത്. ഒന്നും രണ്ടും കേടല്ല. എത്ര വെച്ചിട്ട് സഹിക്ക? ഇനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങക്കേ മാനസിക രോഗ. ഈ മാനസിക രോഗത്തിന് ഞാൻ കൊണ്ടിട്ടും കൂട്ടിട്ടും എന്നെ കൊണ്ട് കൂടുന്നില്ല. നിങ്ങളിവിടെ ജീവിക്കാതിരിക്കേ എന്താന്ന് വെച്ചാണ്ട് കാട്ടിക്കോളി. ഞാനേ എന്റെ ആങ്ങളാരുടെ അടുത്തേക്കും എന്റെ അമ്മയുടെ അടുത്തേക്കും പോവാ. മടുത്ത് എത്ര വെച്ചാ ഒരു മനുഷ്യത് ഇങ്ങനെ സഹിക്ക. രാത്രി ഉറക്കല്ല, പകലന്ത്യാവോളം പണിക്കും പോവാണ്ട് ഇങ്ങനെ ഇരിക്ക. ഇതെന്നെ പരിപാടി. ശരിക്ക് നട്ടപ്രാന്തങ്ങൾക്ക്. അതിലെന്നൊക്കെ പറയുള്ളൂ. ഇങ്ങനെ ഉണ്ടാ കുടുംബം നോക്കണ ഓരോരോ ആണുങ്ങള് എന്തൊക്കെ ഓരോരോ ആണുങ്ങൾ ചെയ്യണ്ട്. ഇവിടെ കുടുംബം നോക്കണമെന്നോ പണിക്ക് പോണെന്നോ കുട്ടികളും മക്കളും ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത അതൊന്നുമില്ല. ആകെ അറിയാവുന്ന ഒരു കാര്യം എന്നെയും സംശയിച്ച് ഇങ്ങനെ നടക്കണതാ. ദേ ഇക്ക് മടുത്ത്. ഈ ജീവിതം ഞാനേ അവസാനിപ്പിച്ചു. ഇക്ക് മതിയായി കേട്ടാ. ഈ ഫോണുള്ള കാരണല്ലേ. ഈ ഫോൺ നിങ്ങളുടെ അടുത്തുള്ള പുഴുങ്ങിയെടുത്ത് നിന്നാല് എനിക്ക് നിങ്ങളുടെ ഫോണും വേണ്ട, ഒരു മാങ്ങയും വേണ്ട. എനിക്കേ എന്റെ വീടും എന്റെ കഞ്ഞുകൊള്ളും മതി. നിങ്ങളെ കൊണ്ടേ ഒരു കാര്യമില്ല. കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ 2-3 കുട്ടികൾക്ക് നടന്നേനെ. അതിനുമില്ല. ആ നേരം എന്താ ചെയ്യാ? ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്താ കാണിക്കണേ, ഞാൻ എന്താ പറയുന്നത്? ശരിക്കും പറയാ നിങ്ങളെ ഊളമ്പാരക്ക് കൊണ്ടേ കാണിക്കണം. അവിടുത്തെ ചികിത്സ എനിക്ക് വേണ്ടത്. അല്ലാണ്ട് ഞാൻ എന്നെ കൊണ്ട് കൂടിയ കൂടിയതിന് ഞാനേ എന്റെ പോട്ടം നോക്കി പോവാ. പോലെ
എനിക്ക് അങ്ങനെ എന്നോട് സംശയമൊന്നുമില്ല. ഇല്ല. എനിക്ക് പേടിയോണ്ടായി എന്തിനു പേടിക്കുന്നത്? ചേട്ടാ. അങ്ങനെ എന്തേലും ആയിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ആയിട്ടുണ്ടാ? അല്ല അങ്ങനെയല്ല, എന്നാലും എനിക്കൊരു ഇതിൻ്റെതായിട്ടുള്ള അത് ഉണ്ടാവുമല്ലോ. അത് എനിക്ക് ഇനി നേരം വരെ എന്തെങ്കിലും അതിന്റെ ഫോണിലോ അതിൽ കിട്ടിയിട്ടുണ്ടാ? ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ആരെങ്കിലും മോശമായിട്ട് കാണിക്കണം നിന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ല, എന്നാലും പിന്നെന്താ? ഒരു മുൻകരുതൽ ഉണ്ടാവണല്ലോ വെച്ചിട്ട് ചെയ്യണത്. ഈ മുൻകരുതലിന്റെ പേരാണ് ഭ്രാന്ത്. ഭ്രാന്തൊന്നും ഇല്ല എനിക്ക്. സംശയം ഭ്രാന്തൊന്നും അല്ല മുത്തേ. ഈ പൂവല്ലേ പ്ലീസ്. നീ എന്റെ അടുത്ത് എല്ലാം കഴിഞ്ഞ് എന്റെ അടുത്ത് ഇനി സംശയം എന്ന് പറയണ സാധനേ ഉണ്ടാവൂല. എന്റെ തലയാണ് സത്യം. അല്ല സോറി, എന്റെ തലയാണ് സത്യം. രണ്ടാളുടെ തലയും ആയിക്കോട്ടെ. സത്യം ഇനി ഉണ്ടാവൂല. ഉറപ്പാണ്? ഉറപ്പായിട്ടുണ്ടാവൂല. ഞാനാകെ പേടിച്ച് പൂജിട്ടേ, അതുകൊണ്ടാ. ഞങ്ങളും പോകുന്നു വേണ്ട. ഇല്ല 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 ഇല്ല, നിർത്തി. ഇല്ല, അത് ലാസ്റ്റ് ആയിരുന്നു. ഇനി ഉണ്ടാവില്ല. കഴിഞ്ഞു.